ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ തലയ്ക്കകത്ത് അനുരണനം ചെയ്യുന്നുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, ഈ അഷ്ടസൗഭാഗ്യങ്ങളിലെ രണ്ടാമത്തെ സൗഭാഗ്യം, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. കർത്താവ് ഒരു സാഡിസ്റ്റാണോ? ഈ കരയുന്നവരെ നോക്കി കർത്താവ് സന്തോഷിക്കുകയാണോ? സ്നേഹമുള്ളവരെ, ഇവിടെ കരയുന്നവർ എന്ന വാക്കിനെ ഭൗതിക അർത്ഥത്തിനേക്കാൾ അപ്പുറത്ത് ആത്മീയമായ ചക്രവാളങ്ങളുണ്ട്. ഒരുപക്ഷെ കരയുക എന്ന വാക്കിൻ്റെ ഈ പശ്ചാത്തലത്തിലെ പ്രധാനപ്പെട്ട അർത്ഥം ഒരു മനുഷ്യൻ പാപത്തെക്കുറിച്ച് കരയുന്നതാണ്. പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ ഉപേക്ഷിച്ചതായിട്ട് സുവിശേഷത്തിലുണ്ട്. 3-ാമത്തെ പ്രാവശ്യം ഉപേക്ഷിച്ചപ്പോൾ കോഴി കൂകി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പത്രോസ് വാവിട്ട് കരഞ്ഞു. അവിടെ വെച്ച് പത്രോസിന് വിഷു ബമ്പർ ലോട്ടറി അടിച്ചു. അവിടെയാണ് താക്കോൽ വീഴുന്നത്. അവൻ പൊട്ടിക്കരഞ്ഞു. വീണ്ടും നിങ്ങൾ കാണുന്നുണ്ട്, ചുങ്കക്കാരനും ഫരിസേയനും പ്രാർത്ഥിക്കാൻ പോയി. ഫരിസേയൻ മാറത്ത് കരങ്ങൾ ഉയർത്തി. ചുങ്കക്കാരനെ നോക്കി പറഞ്ഞു, ഈ പിച്ചക്കാരൻ, ഈ വിവരദോഷി. ചുങ്കക്കാരൻ വാവിട്ട് കരഞ്ഞു. കർത്താവ് പറഞ്ഞു, ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങി. പാപങ്ങളോർത്ത് കരയുന്നവർ ഭാഗ്യവാന്മാർ. അവർ വിശുദ്ധിയുടെ വലിയ പട്ടുവസ്ത്രം കൊണ്ട് ആശ്വസിപ്പിക്കപ്പെടും. മാത്രമല്ല, മറ്റുള്ളവരുടെ സങ്കടങ്ങളിലെ കണ്ണീരൊപ്പുന്ന ഒരു ഭാഗ്യവാന്മാർ. മറ്റുള്ളവൻ്റെ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് കരയാൻ കഴിയട്ടെ. ലാസറിൻ്റെ കുഴിമാടത്തിൽ കർത്താവ് കരഞ്ഞു. യോഹന്നാൻ അനുബന്ധമായിട്ട് വ്യാഖ്യാനം കൊടുത്തു. അവൻ കരയുന്നത് നോക്കൂ. അത്ര അധികമായിട്ട് അവൻ ലാസറിനെ സ്നേഹിച്ചു. മറ്റുള്ളവരുടെ ദുഃഖത്തിലെ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിലെ, മറ്റുള്ളവരുടെ ഇല്ലായ്മയിലെ പക്ഷം ചേരാൻ, കരം കൊടുക്കാൻ, കരുത്തു പകരാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.